ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്ലബ്. അപ്പോൾ കഴിഞ്ഞ പാഠത്തിൽ ഐ എന്ന സബ്ജക്റ്റും വി എന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐയുമായി ബന്ധപ്പെട്ടുള്ള 5 ചോദ്യങ്ങളാണ് നിങ്ങളെ കാണുന്നത്. ഇവിടെ ഞാനൊരു സ്റ്റുഡൻ്റ് ആണെന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഞാനെന്ന് പറയാൻ ഐ ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പറയുന്നു ഐ ആം എ സ്റ്റുഡൻറ്, അല്ലേ? ഇത് എൻ്റെ ബാഗാണെന്ന് പറയാൻ, എൻ്റെ എന്ന് പറയാൻ മൈ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ പറയുന്നത് ദിസ് ഈസ് മൈ ബാഗ് എന്നുള്ളതാണ്. അവൾ എനിക്ക് ഒരു പുസ്തകം തന്നു, അല്ലേ? അപ്പോൾ എനിക്കെന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് മീ ആണ്. നമ്മൾ പറയുന്നത് ഷീ ഗേവ് മീ എ ബുക്ക് എന്നാണ്. ഈ പേന എൻ്റേതാകുന്നു. അപ്പൊ എൻ്റേതെന്ന് പറയാൻ നമുക്കറിയാം മൈൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ പറയും ദിസ് പെൻ ഈസ് മൈൻ എന്നുള്ളതാണ്. ഈ പ്രോജക്റ്റ് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയതെന്ന് പറയാൻ നമുക്കറിയാം ഞാൻ തന്നെ എന്ന് പറയാൻ മൈസെൽഫ് ആണ്. ഐ മേഡ് ദിസ് പ്രോജക്റ്റ് ബൈ മൈസെൽഫ് എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഇത് എല്ലാ കൂട്ടുകാർക്കും ശരിയായ രീതിയിൽ പറയാനും എഴുതാനും സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ വിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു 5 ചോദ്യങ്ങൾ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ആൻസർ കൂടി പരിശോധിക്കാം. ഞങ്ങൾ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലേ? അവിടെ ഞങ്ങൾ എന്ന് പറയാൻ വി ആണ് ഉപയോഗിക്കുന്നത്. വി ആർ ഗോയിങ് ടു ദ പാർക്ക് എന്നുള്ളതാണ്. അധ്യാപകൻ ഞങ്ങളെ പുകഴ്ത്തി എന്നുള്ളതാണ്, അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ഞങ്ങളെ എന്ന് അർത്ഥം കിട്ടാൻ അസ് ആണ് ഉപയോഗിക്കുന്നത്. ദ ടീച്ചർ പ്രൈസ്ഡ് അസ് എന്നുള്ളതാണ്. ഇനി ഇത് ഞങ്ങളുടെ വീടാണ്, ഞങ്ങളുടെ അർത്ഥം കിട്ടാൻ അവർ ആണ്. നമ്മൾ പറയുന്നത് ദിസ് ഈസ് അവർ ഹൗസ് എന്നുള്ളതാണ്. അതുപോലെ എന്താണ്? ഈ കാർ ഞങ്ങളുടേതാണെന്ന് പറയാൻ ദ കാർ ഈസ് അവേഴ്സ് എന്നുള്ളതാണ്, അല്ലെ? ഞങ്ങളുടെ എന്ന് പറയാൻ നമ്മൾ അവേഴ്സ് എന്നാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ തന്നെ അല്ലെങ്കിൽ ഞങ്ങൾ സ്വയം തന്നെയാണ് ആഹാരം തയ്യാറാക്കി എന്ന് പറയാൻ ഞങ്ങൾ തന്നെ എന്ന് പറയാൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന അവർ സെൽഫ്സ് ആണ്, അല്ലെ? അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ ആ സെന്റൻസ് എങ്ങനെ പറയും? വി പ്രിപ്പയർഡ് ദ മീൽ ബൈ അവർ സെൽഫ്സ് എന്നുള്ളതാണ്. ഇത്തരത്തിലാണ് നമ്മൾ സബ്ജക്റ്റിന്റെ പല വേരിയേഷനും നമ്മളൊരു സെന്റൻസിൽ നമുക്ക് ശരിയായ രീതിയിൽ അർത്ഥം കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 2 ടാസ്കുകളുടെ ആൻസറും എല്ലാവർക്കും ശരിയായെന്ന് കരുതുന്നു. അപ്പോൾ കഴിഞ്ഞ പാഠത്തിലെ തുടർച്ച എന്നോണം കുറച്ച് സബ്ജക്റ്റുകൾ കൂടി നമുക്ക് പറയാനുണ്ട്. അത് ഈ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അടുത്ത സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ ഹി എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ നമ്മൾ അവനെന്നും അവന്റെ എന്നും അവനെ എന്നും അവൻ്റേതെന്നും അവൻ സ്വയം എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഇംഗ്ലീഷിലെ യൂസേജ് നോക്കുകയാണെങ്കിൽ അവനെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹി ആണ്. അവന്റെ എന്ന് പറഞ്ഞാൽ ഹിസ് ആണ്. അവനെ എന്ന് പറഞ്ഞാൽ ഹിം ആണ്. അവൻ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹിസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവൻ്റേതെന്ന് പറയാൻ ഇംഗ്ലീഷിൽ നമ്മൾ പൊസഷൻ പറയുന്നതിനും ഹിസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവൻ സ്വയം എന്ന് പറയാൻ ഹിംസെൽഫ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. അപ്പൊ ഹി എന്ന് വെച്ചാൽ അവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന സെന്റൻസ് നോക്കുകയാണെങ്കിൽ ഹി ഈസ് എ ഡോക്ടർ. അവൻ ഒരു ഡോക്ടറാണ്, അല്ലേ? ഇവിടെ അവൻ എന്നുള്ള അർത്ഥം കിട്ടാൻ നമ്മൾ ഹി എന്ന സബ്ജക്റ്റ് ആണ് ഉപയോഗിച്ചത്. അപ്പൊ ഹിസ് എന്ന രീതിയിൽ നമ്മൾ ഹി എന്ന സബ്ജക്റ്റിനെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് ഹിസ് ബാഗ്. ഇത് അവന്റെ ബാഗാണ് എന്ന അർത്ഥം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആ സെന്റൻസിൽ ഹി എന്ന സബ്ജക്റ്റിനെ ഹിസ് ആയി നമ്മൾ ഉപയോഗിച്ചത്, അഡ്ജക്റ്റീവായി ഉപയോഗിച്ചത്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിം എന്ന രീതിയിൽ നമ്മൾ ഹി എന്ന സബ്ജക്റ്റിനെ ഉപയോഗിക്കാറുണ്ട്. അത് നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. സെന്റൻസ് നോക്കുകയാണെങ്കിൽ ഐ സോ ഹിം അറ്റ് ദ മോൾ. ഞാൻ കണ്ടു ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഒബ്ജക്റ്റ് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഹിം ആണ്, അവനെയാണ് കണ്ടത്. അവിടെ ഹി എന്ന സബ്ജക്റ്റിനെ ഹിം എന്ന ഒബ്ജക്റ്റ് ആയിട്ടാണ് ഈ സെന്റൻസ് നമ്മൾ ഉപയോഗിച്ചത്. ഉടമസ്ഥാവകാശം കാണിക്കാൻ ഹി എന്ന സബ്ജക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഹിസ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഹിസ് നമ്മൾ അഡ്ജക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ പൊസിഷൻ കാണിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ഹി എന്ന സബ്ജക്റ്റിനെ ഹിസ് എന്ന രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ 2 സെന്റൻസ് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ദ ബ്ലൂ കാർ ഈസ് ഹിസ്, അല്ലേ? ആ നീല കാർ എന്ന് പറഞ്ഞാൽ അവൻ്റേതാണ് എന്നുള്ള അർത്ഥം കിട്ടുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഹി എന്ന സബ്ജക്റ്റ് നമ്മൾ ഹിസ് ആയി ഉപയോഗിച്ചത്. നമ്മൾ അവസാനത്തെ രൂപം നോക്കുകയാണെങ്കിൽ നമ്മൾ ഹി എന്ന സബ്ജക്റ്റിനെ ഹിംസെൽഫ് ആയി ഉപയോഗിക്കാറുണ്ട്. ഹിംസെൽഫ് എന്ന് വെച്ചാൽ അർത്ഥം അവൻ സ്വയം തന്നെ എന്നുള്ള അർത്ഥത്തിലാണ്. സ്വന്തമായി ചെയ്യുന്ന കാര്യം അത് അവൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഹിംസെൽഫ് എന്നാണ് പറയുന്നത്. ഇവിടെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഈ ഹട്ട് ഹിംസെൽഫ് വൈൽ റണ്ണിങ്, അല്ലേ? അപ്പോൾ ഓടുന്ന സമയത്ത് അവന് പരിക്കേറ്റു അല്ലെങ്കിൽ അവൻ സ്വയം തന്നെ എന്താണ് പരിക്കേൽപ്പിച്ചു എന്നുള്ള അർത്ഥമാണ് ഈ സെന്റൻസിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇവിടെ ഹർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വേദനിപ്പിക്കുക അല്ലെങ്കിൽ പരിക്കേൽപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു വെർബാണ്. അപ്പൊ ഈ എന്ന സബ്ജക്റ്റിനെ ഇത്തരത്തിലാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ രൂപങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഷീ എന്ന സബ്ജക്ട് നോക്കാം. ഇംഗ്ലീഷിൽ പല രൂപത്തിൽ നമ്മൾ ഷീ എന്ന സബ്ജക്ട് ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം അവളെന്നും അവളുടെ എന്നും അവളെ എന്നും അവളുടേതെന്നും അവൾ സ്വയം എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ ഷീ എന്ന സബ്ജക്റ്റ് ഉപയോഗിച്ച് സംസാരിക്കുകയും എഴുതുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവളെന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നത് പോലെ ഷീ എന്നുള്ളതാണ്. അവളുടെ എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഹെർ എന്നുള്ളതാണ്. ഇനി അവളെ എന്ന് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഹെർ തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ. അവളുടേതെന്ന് പറയാൻ ഹേഴ്സ് എന്നുള്ളതാണ്. ഇനി അവൾ സ്വയം തന്നെ എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഹെർസെൽഫ് എന്നുള്ളതാണ്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഷീ എന്ന സബ്ജക്ട് വെച്ച് നമ്മളൊരു സെന്റൻസ് നോക്കുകയാണെങ്കിൽ ഷീ ഈസ് മൈ സിസ്റ്റർ. അവൾ എൻ്റെ സഹോദരിയാണ്. അവളെന്ന് അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മളിവിടെ ഷീ എന്ന സബ്ജക്റ്റ് ആണ് ഉപയോഗിച്ചത്. രണ്ടാമത് നോക്കുകയാണെങ്കിൽ ഹെർ എന്നുള്ളത് ദിസ് ഈസ് ഹെർ ഡ്രസ്. ഇത് അവളുടെ ഡ്രസ്സാണ്. അവിടെ നമ്മൾ അഡ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചത് ഹെർ എന്നുള്ളതാണ് ഷീ എന്ന സബ്ജക്റ്റിന്. നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ടും ഹെർ എന്ന് തന്നെയാണ് ഷീ എന്ന സബ്ജക്റ്റിനെ ഉപയോഗിക്കുന്നത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ
ഐ മെറ്റ് ഹെർ അറ്റ് സ്കൂൾ അല്ലെ, ഞാൻ അവളെ സ്കൂളിൽ കണ്ടു എന്നുള്ളതാണ്. ഐ എന്ന സബ്ജക്റ്റ് ആരെ കണ്ടു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഒബ്ജക്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ആരെ അല്ലെങ്കിൽ എന്തിനെന്ന് ആൻസർ കിട്ടണം, അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഐ എന്ന സബ്ജക്റ്റ് ആരെ കണ്ടു എന്ന് ചോദിച്ചാൽ അവളെയാണ് കണ്ടത്, നമ്മൾ ഇംഗ്ലീഷിൽ ഹെർ എന്ന് പറയുന്നു. അവിടെ നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഷീ എന്ന സബ്ജക്റ്റിനെ ഉപയോഗിച്ചത്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഉടമസ്ഥാവകാശം കാണിക്കാൻ വേണ്ടി ഷീ എന്ന സബ്ജക്റ്റിനെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ഹേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദിസ് ഡ്രസ് ഈസ് ഹേഴ്സ് അല്ലേ, ഈ ഡ്രസ്സ് അവളുടേതാണ് എന്നുള്ളതാണ്. അപ്പൊ അവളുടേത് എന്ന അർത്ഥം കിട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഹേഴ്സ് എന്നുള്ളതാണ്. ഇനി നമ്മൾ അവസാനമായി നോക്കുകയാണെങ്കിൽ ഹെർസെൽഫ് എന്നുള്ളതാണ്, അവൾ സ്വയം തന്നെ എന്നുള്ളതാണ്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഷീ കംപ്ലീറ്റഡ് ദ വർക്ക് ഹെർസെൽഫ് അല്ലെ, അവൾ സ്വയം തന്നെ എന്താണ് ആ ജോലികൾ പൂർത്തിയാക്കി, ഇല്ലെങ്കിൽ അവൾ തന്നെ എന്താണ് ആ ജോലികൾ പൂർത്തിയാക്കി എന്ന അർത്ഥവും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇത്തരത്തിലാണ് ഷീ എന്ന സബ്ജക്ട് നമ്മൾ ഇംഗ്ലീഷിൽ പല രൂപത്തിൽ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇറ്റ് എന്ന സബ്ജക്ട് ഇംഗ്ലീഷിൽ പല സാഹചര്യവും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ അത് അല്ലെങ്കിൽ ഇതെന്ന് പറയാൻ നമ്മൾ ഇറ്റ് എന്ന സബ്ജക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ ഇറ്റ് എന്ന സബ്ജക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്, നമ്മൾ ഇറ്റ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ ഒബ്ജക്റ്റ് ആയിട്ട് ഇറ്റ് എന്ന സബ്ജക്റ്റിനെ ഉപയോഗിക്കുന്നതും ഇറ്റ് എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അത് സ്വയം എന്ന് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഇറ്റ് എന്ന സബ്ജക്റ്റിനെ ഉപയോഗിക്കുന്നത് ഇറ്റ് സെൽഫ് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഉദാഹരണം നോക്കുകയാണെങ്കിൽ അപ്പൊ ഇറ്റ് എന്ന സബ്ജക്റ്റായി നമ്മൾ ഉപയോഗിക്കുന്ന സെന്റൻസ് ആണ് ഈ കാണുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ, ഇത് മനോഹരമായ ഒരു ദിവസമാണ് എന്നുള്ളതാണ് ഇറ്റ് എന്ന സബ്ജക്റ്റ് ആയിക്കൊണ്ട് നമ്മൾ ഈ സെന്റൻസിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇറ്റ്സ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവായി നമ്മൾ ഉപയോഗിക്കുന്ന സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ആ സെന്റൻസ് നോക്കുകയാണെങ്കിൽ ദ ഡോഗ് വേഗ്ഡ് ഇറ്റ്സ് ടൈൽ, ആ നായ അതിന്റെ വാൽ ആട്ടി എന്നുള്ളതാണ്. നമ്മൾ അതിന്റെ അർത്ഥം കിട്ടാൻ നമ്മളുടെ ഇറ്റ് എന്ന സബ്ജക്റ്റിനെ ഇറ്റ്സ് ആയി അവിടെ ഉപയോഗിച്ചു. നമ്മൾ ഇറ്റ് എന്ന സബ്ജക്റ്റിനെ ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. സെന്റൻസ് നോക്കുകയാണെങ്കിൽ ഐ ഫൗണ്ട് എ കോയിൻ ആൻഡ് കെപ്റ്റ് ഇറ്റ്, ഞാനൊരു കോയിൻ കണ്ടെത്തുകയും അതിനെ സൂക്ഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അതിനെ അർത്ഥം കിട്ടാൻ ആ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇറ്റ് എന്ന് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് സെൽഫ് എന്നുള്ളതാണ്, അത് സ്വയം തന്നെ എന്നുള്ള അർത്ഥം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇറ്റ് എന്ന സബ്ജക്റ്റിനെ ഇറ്റ് സെൽഫായി ഉപയോഗിക്കുന്നത്. സെന്റൻസ് നോക്കുകയാണെങ്കിൽ ദ ക്യാറ്റ് ക്ലീൻഡ് ഇറ്റ് സെൽഫ് അല്ലെ, ആ പൂച്ച സ്വയം തന്നെ എന്താണ് വൃത്തിയാക്കി എന്നുള്ളതാണ് ആ സെന്റൻസ് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പൊ ഇത്തരത്തിലാണ് ഇറ്റ് എന്ന സബ്ജക്റ്റിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. ഇതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് എന്ന സബ്ജക്റ്റിനെ ക്ലൈമറ്റ് പറയുന്നതിന് വേണ്ടി നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ മഴ പെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ആ സെന്റൻസ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് റെയിനിങ് നൗ എന്നുള്ളതാണ്. അപ്പൊ ഇറ്റ് എന്ന സബ്ജക്റ്റ് ക്ലൈമറ്റ് പറയുന്നതിന് വേണ്ടി ഇംഗ്ലീഷിൽ ഉപയോഗിക്കും എന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ദേ എന്ന സബ്ജക്റ്റ് ഇംഗ്ലീഷിൽ പല സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം അവർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ ദേ എന്ന സബ്ജക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അവരുടെ എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ദേർ ആണ്. അവരോട് അല്ലെങ്കിൽ അവരെ എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ദം ആണ്. അവരുടേത് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ദേഴ്സ് ആണ്. അവർ സ്വയം എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ദംസെൽവ്സ് ആണ് അല്ലേ. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ ഇംഗ്ലീഷിൽ ദേ എന്ന സബ്ജക്റ്റ് പല സാഹചര്യങ്ങളായി ഉപയോഗിക്കുന്നത്. നമുക്കിതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങൾ പരിശോധിക്കാം. അപ്പൊ ദേ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആയിക്കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ് ആണ് ഈ കാണുന്നത്. ദേ ആർ മൈ നൈബേഴ്സ് അല്ലെ, അവർ എൻ്റെ അയൽവാസികളാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർ എന്ന അർത്ഥം കിട്ടുന്നതിന് വേണ്ടി നമ്മളിവിടെ ദേ എന്ന സബ്ജക്റ്റ് ആണ് ഉപയോഗിച്ചത്. രണ്ടാം സെന്റൻസ് അവരുടെ എന്ന അർത്ഥം കിട്ടാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ദേർ ആണ് അല്ലെ, നമ്മളിവിടെ അഡ്ജക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് ദേർ ഹൗസ്, ഇത് അവരുടെ വീടാണ് എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ ദേ എന്ന സബ്ജക്റ്റിനെ ദേറായി ഉപയോഗിച്ചത്. പിന്നെ നമ്മൾ ദേ എന്ന സബ്ജക്റ്റിനെ ദമ്മായി ഉപയോഗിക്കുന്നു, അതായത് ഒബ്ജക്റ്റ് ആയിട്ട് ഒരു സെന്റൻസ് ഉപയോഗിക്കുന്നു. അവിടെ നോക്കുകയാണെങ്കിൽ ഐ സ്പോക്ക് ടു ദം യെസ്റ്റർഡേ എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ അവരോട് സംസാരിച്ചു എന്നുള്ളതാണ്. ഇന്നലെ ഞാൻ ആരോട് സംസാരിച്ചു എന്ന് ചോദിച്ചാൽ അവരോടാണ്. അപ്പൊ അത്തരത്തിൽ ഒബ്ജക്റ്റ് ആയി നമ്മൾ ദേ എന്ന സബ്ജക്റ്റിനെ ദമ്മായി സെന്റൻസുകളിൽ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറുണ്ട്. ഇനി നമ്മൾ ദേ എന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ഉടമസ്ഥാവകാശം കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് ദേഴ്സ് എന്നുള്ളത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ദാറ്റ് കാർ ഈസ് ദേഴ്സ്, ആ കാർ അവരുടേതാണ് എന്നുള്ളതാണ്. അപ്പൊ അവരുടേതെന്ന് അർത്ഥം കിട്ടാൻ നമ്മൾ ദേഴ്സ് ആണ് ആ സെന്റൻസിൽ ഉപയോഗിച്ചത്. അവസാനമായി നോക്കുകയാണെങ്കിൽ ദംസെൽവ്സ് എന്നുള്ളതാണ് അല്ലേ, അവർ സ്വയം തന്നെ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അത് വെച്ചൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ദേ ഫിക്സ്ഡ് ദ പ്രോബ്ലം ദംസെൽവ്സ്, അവർ തന്നെ ആ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ്. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അവർ സ്വയം ആ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലാണ് ദേ എന്ന സബ്ജക്റ്റിനെ നമ്മൾ ഇംഗ്ലീഷിൽ പല രൂപങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ എല്ലാ രൂപങ്ങളും നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്കൊരു വ്യക്തി സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഇംഗ്ലീഷിൽ അത് ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് കാണാം വിനീത് എന്നുള്ള ഒരു സബ്ജക്റ്റ് ആണ്. വിനീത് അല്ലെങ്കിൽ നമുക്ക് ഹി അല്ലേ, അവരെന്ന അർത്ഥത്തിൽ നമുക്ക് ഇംഗ്ലീഷിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ വിനീത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് വിനീത് തന്നെയാണ്. വിനീതിന്റെ എന്ന് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് വിനീത്സ് എന്നുള്ളതാണ്. ഒരു അപ്പോസ്ട്രോഫി കഴിഞ്ഞ ഒരു എസും കൂടെ അവിടെ ചേർത്ത് കൊടുക്കുന്നു അല്ലെ, വിനീതിന്റെ എന്ന് പറയുന്നതിന് വേണ്ടി. ഇനി വിനീതിനോട് അല്ലെങ്കിൽ വിനീതിനെ നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അവിടെ നമ്മൾ
വിനീത് എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത് ആ സെന്റൻസിൽ. ഇനി വിനീതിൻ്റേത് നമ്മൾ എന്താണ് ഉടമസ്ഥാവകാശം പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വിനീത്സ് എന്നുള്ളതാണ്. വിനീതിന്റെ അല്ലെങ്കിൽ വിനീതിൻ്റേത് എന്ന് പറയാൻ നമുക്ക് രണ്ട് സ്ഥലത്തും നമ്മൾ വിനീത് കഴിഞ്ഞൊരു അപ്പോസ്ട്രോഫി എസ് ഉപയോഗിച്ചു. ഇവിടെ നമ്മൾ അഡ്ജക്റ്റീവ് അല്ലെ വിശേഷണമായിട്ടാണ് നമ്മൾ വിനീതിന്റെ എന്ന് പറഞ്ഞതെങ്കിൽ ഇവിടെ നമ്മൾ എന്താണ് ഉടമസ്ഥാവകാശത്തെ കാണിക്കുന്നതിന് വേണ്ടിയാണ് വിനീസ് എന്ന് പറഞ്ഞത്. നമ്മൾ വിനീത് സ്വയം എന്ന് പറഞ്ഞാൽ എന്താണ് ഹിംസെൽഫ് എന്നുള്ളതാണ് അല്ലേ. വിനീത് സെൽഫ് എന്ന് നമ്മൾ പറയില്ല, അവിടെ നമ്മൾ ഹി എന്നുള്ള രൂപത്തിൽ തന്നെ എന്താണ് മാറ്റി പറയുകയാണ്. അവൻ സ്വയം എന്നുള്ള അർത്ഥമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ വിനീത് ഈസ് മൈ ഫ്രണ്ട് അല്ലെ. വിനീത് സബ്ജക്റ്റായി വരികയാണെങ്കിൽ നമുക്കവിടെ അറിയാം വിനീത് ഈസ് മൈ ഫ്രണ്ട്, വിനീത് എൻ്റെ സുഹൃത്താണ്. ഇനി നമുക്കറിയാം അഡ്ജക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഈ എന്ന സബ്ജക്റ്റിനെ നമ്മൾ മാറ്റി അവിടെ വിനീത് എന്നുള്ള ഒരു വ്യക്തി നമ്മൾ ആ സെന്റൻസ് ഉപയോഗിക്കുമ്പോൾ എന്താണ് പേരായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലാണ് പറയേണ്ടത്. അവിടെ ദിസ് ഈസ് ഹിസ് ബാഗിന് പകരം നമ്മളിവിടെ എന്താണ് പേരെടുത്തുകൊണ്ട് പറയുന്നു ദിസ് ഈസ് വിനീസ് ബാഗ്, ഇത് വിനീതിന്റെ ബാഗാണ് എന്നുള്ള അർത്ഥമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി നമ്മൾ എന്താണ് വിനീതിനെ ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണ് അല്ലേ. നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മളിവിടെ വിനീത് എന്ന് തന്നെയാണ് പറയുന്നത്. സെന്റൻസ് നോക്കാം, ഐ സ്പോക്ക് ടു വിനീത് യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ വിനീതിനോട് സംസാരിച്ചു. വിനീതിനോടെന്ന് പറയാൻ വേണ്ടി നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ടും എന്താണ് അവിടെ ഉപയോഗിക്കുന്നത് എന്താണ് ആ വ്യക്തിയുടെ പേര് തന്നെയാണ്. അടുത്ത സെന്റൻസ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഉടമസ്ഥ അവകാശം കാണിക്കുന്നതിന് വേണ്ടിയാണ്. ദാറ്റ് ബുക്ക് ഈസ് വിനീസ്, ആ പുസ്തകം വിനീതിൻ്റെതാണ്. നമ്മൾ ഈ എന്ന സബ്ജക്റ്റിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് ഹിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമസ്ഥാവകാശത്തെ കാണിക്കാൻ വേണ്ടിയാണ്. ഇവിടെ നമുക്ക് പേര് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്താണ് ഹിസ് എന്നും പറയാം. ദാറ്റ് ബുക്ക് ഈസ് ഹിസ് എന്ന് പറയാം, അല്ലെങ്കിൽ ദാറ്റ് ബുക്ക് ഈസ് വിനീസ് എന്നും പറയാം. അവിടെ ഒരു അപ്പോസ്ട്രോഫി എസ് കൂടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അവസാനം നോക്കുകയാണെങ്കിൽ വിനീത് കംപ്ലീറ്റഡ് ദ വർക്ക് ഹിംസെൽഫ്, വിനീത് എന്താണ് സ്വയം തന്നെ എന്താണ് അവന്റെ ജോലികൾ അവൻ പൂർത്തിയാക്കി, അല്ലെങ്കിൽ വിനീത് തന്നെ അവന്റെ ജോലികൾ പൂർത്തിയാക്കി എന്നുള്ളതാണ്. ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്താണ് ആ സെന്റൻസിന്റെ അർത്ഥം മനസ്സിലാക്കാം. അപ്പൊ വിനീത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. ഇനി രമ്യോ അല്ലെങ്കിൽ മഞ്ജു ആരെങ്കിലും ആണ് സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ സെയിമാസ് എന്താണ് ഹീക്ക് പകരം ഷീ വന്നേനെ. വ്യത്യാസം മനസ്സിലാക്കുക. അപ്പൊ നമ്മളിവിടെ ഷീയുമായി ബന്ധപ്പെട്ട് നേരത്തെ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമുക്കവിടെ എന്താണ് ആ വ്യക്തിയുടെ പേരിന് പകരം ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലാണ് എന്താണ് ഒരു വ്യക്തി സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ പല സാഹചര്യങ്ങളിലായി ഉപയോഗിക്കേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വ്യക്തികൾ തന്നെ ഒന്നിൽ കൂടുതൽ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ജോണും വിനീത് എന്ന് പറയാൻ നമുക്കറിയാം ജോൺ ആൻഡ് വിനീത് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. നമ്മൾ ജോണിന്റെയും വിനീതിന്റെയും എന്ന് പറയാൻ ജോൺ ആൻഡ് വിനീത്സ് എന്നാണ് പറയുന്നത്. ഇവിടെ രണ്ടാമത്തെ വ്യക്തി കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ ഒരു അപ്പോസ്ട്രോഫി എസ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ ജോണിനോടും വിനീതിനോടും അല്ലെങ്കിൽ ജോണിനെയും വിനീതിനെയും എന്ന് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ജോൺ ആൻഡ് വിനീത് എന്ന് തന്നെയാണ്. അപ്പൊ നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതും സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതും എന്താണ് വ്യക്തികളുടെ പേരിൽ മാറ്റമൊന്നുമില്ല. ഇത് ജോണിന്റേത് അല്ലെങ്കിൽ വിനീതിന്റേത് എന്ന് പറയാൻ നമ്മൾ പൊസിഷൻ കാണിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്, ഉടമസ്ഥാവകാശത്തെ കാണിക്കാൻ വേണ്ടിയാണ് ജോൺ ആൻഡ് വിനീസ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ വ്യക്തിയുടെ കൂടെ ഒരു അപ്പോസ്ട്രോഫി എസും കൂടെ ചേർത്ത് നമ്മൾ പറയേണ്ടതാണ്. ഇനി ജോണും വിനീതും സ്വയം ഇല്ലേ, അവർ രണ്ടുപേരും സ്വയമാണ് അത് ചെയ്തതെന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇവിടെ രണ്ടുപേരും എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദേ എന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ദംസെൽഫ്സ് എന്ന് പറഞ്ഞാൽ മതി. അവിടെ ജോൺ ആൻഡ് വിനീസ് സെൽഫ്സ് എന്ന് നമ്മൾ പറയാറില്ല. അപ്പൊ അത് പ്രത്യേകം എന്താണ് ഓർമ്മ വയ്ക്കുക. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉദാഹരണങ്ങൾ പരിശോധിക്കാം. ഇപ്പൊ ജോണും വിനീതും എന്ന അർത്ഥം കിട്ടുന്നതിന് വേണ്ടിയുള്ള സെന്റൻസ് ആണ് ആദ്യം കാണുന്നത്. ജോൺ ആൻഡ് വിനീത് ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്, ജോണും വിനീതും നല്ല സുഹൃത്തുക്കളാണ്. ഇപ്പൊ ജോണിന്റെയും വിനീതിന്റെയും അല്ലെ അഡ്ജക്റ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇവിടെ രണ്ടാമത്തെ വ്യക്തി കഴിഞ്ഞ് നമ്മൾ ഒരു അപ്പോസ്ട്രോഫി എസ് ഇട്ട് കൊടുത്താൽ മതി അല്ലെ. ദിസ് ഈസ് ജോൺ ആൻഡ് വിനീസ് ഹൗസ്, ഇത് ജോണിന്റെയും വിനീതിന്റെയും എന്താണ് വീടാണ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് അഡ്ജക്റ്റീവായിട്ട് ഈ പറയുന്ന രണ്ട് വ്യക്തികളെ സെന്റൻസിൽ ഉപയോഗിക്കുമ്പോൾ രണ്ടാമത്തെ വ്യക്തിയുടെ അവസാനം ഒരു അപ്പോസ്ട്രോഫി എസ് ചേർത്തുകൊണ്ട് പറയുന്നത്. അപ്പൊ ദേ എന്ന സബ്ജക്റ്റ് വെച്ച് പറഞ്ഞാൽ അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്ക് ദേർ എന്ന് ഉപയോഗിക്കാം ജോൺ ആൻഡ് വിനീസിന് പകരം. എങ്ങനെ പറയും? ദിസ് ഈസ് ദേർ ഹൗസ് ഇല്ലേ, ഇത് അവരുടെ വീടാണെന്ന അർത്ഥത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ ഐ കോൾഡ് ജോൺ ആൻഡ് വിനീത് ലാസ്റ്റ് നൈറ്റ് ഇല്ലേ, ഇന്നലെ രാത്രി ഞാൻ ജോണിനെയും വിനീതിനെയും വിളിച്ചു എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് ജോണിനെയും വിനീതിനെയും എന്താണ് ആ സെന്റൻസിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ എന്താണ് പൊസിഷൻ പറയാൻ വേണ്ടി ഉടമസ്ഥാവകാശം കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ വ്യക്തിയുടെ കൂടെ ഒരു അപ്പോസ്ട്രോഫി എസ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇവിടെ പറയുന്നത് ദാറ്റ് പ്രോജക്റ്റ് ഈസ് ജോൺ ആൻഡ് വിനീസ് ഇല്ലേ, ആ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ജോണിന്റെയും വിനീതിന്റേതുമാണ് എന്നുള്ളതാണ്. അതിന് പകരം നമുക്കിവിടെ ദേഴ്സ് എന്ന് ഉപയോഗിക്കാം. ദാറ്റ് പ്രോജക്റ്റ് ഈസ് ദേഴ്സ്, ആ പ്രോജക്റ്റ് അവരുടേതാണ്. അപ്പൊ ഈ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. വ്യക്തിയുടെ പേര് എടുത്തു പറയണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ രണ്ടാമത്തെ പേരിനോട് ചേർന്ന് നമ്മൾ അപ്പോസ്ട്രോഫി എസ് ഇടുക. അതല്ലെങ്കിൽ നമുക്ക് എന്താണ് ദേഴ്സ് എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കും.
ഇനി അവസാനം നോക്കുകയാണെങ്കിൽ ജോൺ ആൻഡ് വിനീത് സോൾവ്ഡ് ദ പ്രോബ്ലം ദംസെൽഫ്. ജോണും വിനീതും എന്താണ്, അവർ സ്വയം തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചു. അതല്ലെങ്കിൽ ജോണും വിനീതും തന്നെ എന്താണ് പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ വ്യക്തികൾ വരികയാണെങ്കിൽ അത് ഇംഗ്ലീഷിൽ ഏതൊക്കെ രൂപത്തിലാണ് നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ സാരം. ഇനി ഈ പാഠവുമായി ബന്ധപ്പെട്ടുള്ള 2 ടാസ്കുകളാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഹി എന്ന സബ്ജക്റ്റും ദേ എന്ന സബ്ജക്റ്റും. അപ്പോൾ ഈ 2 സബ്ജക്റ്റുകളും പല സാഹചര്യങ്ങളും നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു 8 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക് എന്ന് വെച്ചാൽ ഇതൊന്ന് പറഞ്ഞു നോക്കുക, പറയാൻ സാധിക്കാത്ത കൂട്ടുകാർ എഴുതി നോക്കുക. ഇതിന്റെ ഉത്തരം അടുത്ത വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.